ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നും ഒരു അടിപൊളി കിടുക്കാച്ചി ഒരു മുടിയൊക്കെ നമ്മുടെ കാർക്കൂന്തലൊക്കെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് പായ്ക്കൊക്കെ ഇട്ട് ഒന്ന് വളർത്തണ്ടേ. 3-4 ദിവസമായി നമ്മൾ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. എന്നും നമ്മൾ വീഡിയോ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നും ദേ അടിപൊളി ഒരു ചരുവും കഞ്ഞിവെള്ളം ഞാൻ പറയത്തില്ലേ, ഇതെല്ലാം ഞാനിവിടെ അടിച്ച് മാറ്റി ഒന്നീ മുഖത്ത് ഇടും, അല്ലെങ്കിൽ തലയിൽ തേക്കും. ദേ കട്ട കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സൂപ്പ് കേട്ടോ. ഇന്ന് നമുക്കൊരു അടിപൊളി പായ്ക്കൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കഞ്ഞിവെള്ളം നല്ലതാട്ടോ. ഞാൻ ആ നേരത്തെ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പം മുടി വളർച്ചയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തലവേദനയൊക്കെ വന്നപ്പം ഇട സമയത്ത് ഞാനങ്ങ് നിർത്തി. അതുകൊണ്ട് തന്നെ പൊഴിച്ചിൽ മുടി ഇങ്ങനെ പൊഴിയൊക്കെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേ ഞാൻ എന്നേ വാങ്ങിച്ച ഈ ചിപ്പും കൊണ്ടൊക്കെ ഞാനിപ്പം ചെയ്യുന്നത് കേട്ടോ. വലിയ ചിപ്പും കൊണ്ടൊക്കെ ഉടക്കൊക്കെ കളഞ്ഞ് നമ്മളിതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പം എണ്ണ തേച്ച് നന്നായിട്ട് ഉടക്കൊക്കെ കളഞ്ഞ് മുടിയൊക്കെ വെക്കണം. എനിക്ക് കുറച്ചേ ഉള്ളൂ, എങ്കിലും കുറച്ചാണേലും കൂടുതലാണേലും മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. രാവിലെയും വൈകിട്ടും മുന്നോട്ടും പുറകോട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ദേ സുഖം ഇങ്ങനെ ചെയ്യും കേട്ടോ. ചെയ്ത് വെച്ചേക്കുക. എനിക്കെന്താ അതിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല, എന്നാലും നന്നായിട്ട് ഞാനും ചെയ്യും കേട്ടോ. വലിയ ചീപ്പൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് ഇട്ട് കൊടുക്കുന്നത് മുടിയിൽ? ഇന്ന് ഞാൻ കഞ്ഞിവെള്ളവും തൈര് കുറച്ചേ ഉള്ളൂ. എൻ്റെ മോനെ അടിച്ചു മാറ്റിയവൻ സലാഡ് ഉണ്ടാക്കി കേട്ടോ. അതിൻ്റെ ബാക്കി എന്തായാലും ഞാനിതിനകത്ത് നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവനറിഞ്ഞില്ല സംഭവം ഞാനിതിനെ എടുത്ത് വെച്ചേക്കുവാണെന്ന്. അപ്പോൾ ഞാൻ സംഭവം അയാൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത്. ഇച്ചിരി തോനെ ഉണ്ടായിരുന്നു കേട്ടോ, എന്നാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞി വെള്ളവും നമ്മുടെ തൈരും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. മോട്ടർ നിറഞ്ഞ് നിർത്തിയിട്ട് വരട്ടെ, ഞാൻ ഇപ്പം വരാം. വെള്ളം വീഴുന്ന സൗണ്ട് കൊണ്ട് കേൾക്കാൻ കൊണ്ടുപോകണം. അപ്പോഴും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുടിയുടെ ജലയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പനിയും ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ഉച്ചിയിലൊന്നും തേക്കാതെ മാറ്റിയൊക്കെ ഇട്ട് കൊടുക്കാം. തൈര് നമ്മുടെ മുടി വളർച്ചയ്ക്കും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. ചേച്ചിമാരൊക്കെ പറഞ്ഞു തരുന്നതാണ്. നമുക്ക് മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പുണ്ടാകാനൊക്കെ നമുക്ക് തൈരൊക്കെ നല്ലതാട്ടോ. തൈര് കഞ്ഞിവെള്ളവും കൂടെ മിക്സ് ചെയ്തൊക്കെ നിർത്തി മോനെ, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊക്കെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടെ ഇനി ഇതൊക്കെ തേച്ചിട്ട് നമ്മൾ പിന്നെ ഷാമ്പൂ ഒന്നും ഇടുക കേട്ടോ. പിന്നെ മുടി വളർത്താനൊക്കെ തീരുമാനിച്ചിരിക്കുന്നവരെ നന്നായിട്ട് മുടിയിൽ താരൻ്റെ ഒക്കെ ഒരു ഇതുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് എൻ്റെ മുടിയിലില്ല, എൻ്റെ തലയിലില്ല താര്. അതൊക്കെ നന്നായിട്ട് നമ്മൾ മാറ്റണം കേട്ടോ. താരനൊക്കെ മാറ്റണം. എന്നിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ താരനും കൂടി ഇരുന്ന് ഫംഗസും ബാക്ടീരിയസും ഒക്കെ ആവും. അല്ലേ, നേരല്ലേ ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ ഉച്ചയിൽ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട. എനിക്ക് ഈ തലവേദനയൊക്കെ ആയി തുടങ്ങി വീണ്ടും. പനിക്കാണോ എന്തോ ഒന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ടിത് ഫുള്ള് ഒരു കിണ്ണമുണ്ട്, അതെല്ലാം പരട്ടണം നമുക്ക് കേട്ടോ. അതെല്ലാം പുരട്ടിയിട്ട് നമ്മൾ ഇത്തിരി സമയം എടുക്കണ്ട കേട്ടോ. അപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി എൻ്റെ മുടിക്ക് വല്ല വ്യത്യാസമുണ്ടോ. കറുപ്പുണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നത് എനിക്കും തോന്നുന്നു. കറുപ്പ് നരയും ഉണ്ട്. നമുക്ക് ഡൈയൊക്കെ ചെയ്യണം, നാച്ചുറൽ ഡൈ കേട്ടോ. അതൊക്കെ ചെയ്യണം ഇനി. അപ്പോൾ ഇത് നമുക്ക് ഫുള്ള് പരട്ടി കൊടുക്കാം. പിന്നെ ചിലർക്ക് ഈ തൈരിൻ്റെ ഒന്ന് സ്മെല്ല് അത് നന്നായിട്ട് ആറൊക്കെ ഉണ്ടെങ്കിൽ പോയി അങ്ങ് ചാടിക്കും. ആറോ കുളമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് പോയി ചാടിക്കും. നന്നായിട്ട് മുടിയൊക്കെ തെളിക്കും കേട്ടോ. ആറും കുളവും ഒക്കെ ഉള്ളിടത്തെ ചേച്ചിമാരുടെയൊക്കെ മുടി നിങ്ങൾ നോക്കണേ. അടിപൊളി മുടിയാണ്, നീണ്ട് നല്ല തിക്കായിട്ടുള്ള മുടി കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെ നീന്തി കുളിക്കുമ്പോൾ ഒഴുക്കല്ലേ, വെള്ളത്തിന് നല്ല ഒഴുക്ക്, അങ്ങനെ ഇങ്ങനെ പറയുന്നത്. പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ പറയുന്നത് അങ്ങനെ കേട്ടോ. ആറ്റുവെള്ളത്തിലൊക്കെ കുളിച്ചാൽ നന്നായിട്ട് മുടിയൊക്കെ കുളിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് ആറൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഈ സുപ്പും ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന മുടി എനിക്ക് നീന്താൻ ഞാൻ എപ്പോഴേ പോയി നീന്തി എൻ്റെ മുടിയൊക്കെ കിളിർപ്പിച്ചാൽ
വേണ്ട, നമുക്ക് അത്യാവശ്യത്തിന് ഇതൊക്കെ. മുട്ടയെന്ന് ആരും വിളിക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് കേട്ടോ. മുട്ടയെന്ന് ആരും വിളിക്കരുത്. ആവശ്യത്തിന് മുടിയില്ല പിള്ളേരെ ഇതിലും ഇല്ലാത്ത എത്ര പേരുണ്ടല്ലേ. നമുക്കൊക്കെ അത്യാവശ്യത്തിന് ഇതൊക്കെ ഉണ്ട് അല്ലേ. മതി, ഇത് തന്നെ ധാരാളം. എന്നാലും പോരാ. ഞാൻ പറഞ്ഞില്ല, ഒരു 5 മടക്ക് നമുക്ക് മടക്കണം. അതിനാണ് കേട്ടോ നമ്മൾ ഈ വളർത്തി കൂട്ടുന്നത് കേട്ടോ. എവിടെ വരെയൊക്കെ ആവും നോക്കാം. എന്തായാലും ഇച്ചിരിയൊക്കെ ഒരു മാറ്റമൊക്കെ നമ്മുടെ മുടിക്ക് വന്നു. അന്നേരം തുടർച്ചയായിട്ടൊക്കെ ചെയ്യാമല്ലേ. എല്ലാം ഇങ്ങനെ പൈസയൊന്നും കൊടുത്തൊന്നും അല്ല നമ്മൾ വാങ്ങിക്കുന്ന ഇതൊന്നും. അപ്പോൾ ഇതൊക്കെ കഞ്ഞിവെള്ളവും, കളയുന്ന കഞ്ഞിവെള്ളവും, പശുമാമയുടെ തൈരും ഒക്കെ വെച്ച് നമ്മുടെ മുടിയൊക്കെ അങ്ങോട്ട് വീട്ടിൽ വളർത്തിയില്ലെങ്കിലും ഉള്ളത് ഇച്ചിരി വൃത്തിക്കും മെനയ്ക്കുമൊക്കെ വേണം അല്ലേ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ തേച്ചിട്ട് വരാമെന്നും പറഞ്ഞ് നിന്നതാ. കഥയും പറഞ്ഞ് പിന്നെയും നിൽക്കുക. തേച്ചിട്ട് വരണ്ട, നിങ്ങളുടെ അടുത്തല്ലേ എനിക്ക് കൊച്ചു വർത്താനം പറയാനൊക്കും. അതൊക്കെ ഒരു രസമല്ലേ. മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഈ സമയത്ത് മാത്രം സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ എന്താ, ആരും ഇല്ല ഇവിടെ. മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരോടാ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്? നിങ്ങൾ കുറച്ച് പേര് അതിനകത്തുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. അതൊക്കെ ഒരു സന്തോഷം. അല്ലാതെ ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും പോകാനും സമയം കിട്ടുന്നില്ല. എൻ്റെ പൊന്നേ, എത്ര സമയങ്ങൾ വെറുതെ ഇരുന്ന സമയങ്ങളായിരുന്നു. അന്ന് യൂട്യൂബൊക്കെ തുടങ്ങേണ്ടതായിരുന്നല്ലേ. പക്ഷെ ഇപ്പോൾ ഒന്നിനും സമയം കിട്ടുന്നില്ലെന്നുള്ളതാണ് സംഭവം കേട്ടോ. ഞാൻ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നും എടുത്തില്ല, കുറച്ചേ എടുത്തുള്ളൂ. ആ കിണ്ണി നിറച്ച് ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ പുരട്ടി നോക്കണം. ആഴ്ചയിലൊക്കെ ഇങ്ങനെ മുടിയിൽ വെച്ച് തൈരും കഞ്ഞിവെള്ളമൊക്കെ ഇട്ട് കൊടുക്കണം. മുടിക്കിച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മുടെ നല്ല മുടിയായിട്ട് കിട്ടും. എന്നും ഒന്നും തേക്കേണ്ട. എന്നുമൊക്കെ തൈര് ഇവിടെ ഇരിക്കുന്നത്. എന്നാലും കാണും, ഇപ്പം ചൂടല്ലേ. ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീടുകളിൽ തൈരൊക്കെ ഉണ്ടല്ലേ. ഇവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പം മക്കൾക്ക് സലാഡ് ഭയങ്കര ഇഷ്ടം. മോര് ചിലപ്പം നിർബന്ധം കേട്ടോ. അപ്പോഴത്തേ ഞാൻ തേച്ച് കഴിഞ്ഞു. രാവിലെ ഒരു കുളി കഴിഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ കുളിക്ക് ഞാൻ നിൽക്കും കേട്ടോ. കാരണം നമുക്കിത് നനച്ച് കഴിയണ്ടേ. ആദ്യം രാവിലെ കുളിച്ചായിരുന്നു ഞാൻ. രാവിലെ നമുക്ക് സമയമില്ല. ഇന്ന് ഒത്തിരി ജോലി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ പെയിൻ്റ് അടിയൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ജോലി ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് അങ്ങ് കുളിച്ചു. നമുക്കിതേ ആഴ്ചയിലൊക്കെ പുരട്ടിയാൽ മതി കേട്ടോ. എന്നൊന്നും പുരട്ടേണ്ട, ആഴ്ചയിലൊക്കെ പുരട്ടിയാൽ മതി. എനിക്കൊരു 2-3 ചുറ്റാറായി കേട്ടോ. മുടിക്ക് കട്ടിയിലേലും നീളം തുമ്പിന് വെച്ചിട്ടുണ്ട്. അത് ഇനി ഞാനങ്ങ് മുറിച്ച് കളയും. തുമ്പ് വെച്ച് മുറിച്ച് കളയുമ്പോൾ ഇച്ചിരി മൂടൊക്കെ കേട്ടോ. നമുക്ക് ആഴ്ചയിലൊക്കെ ചെയ്താൽ മതി. എന്നൊന്നും ചെയ്യേണ്ട കേട്ടോ. വവൊക്കെ പിടിച്ച് കിടന്നാലും വല്ലവരുമൊക്കെ ഓടിക്കത്തില്ലേ. അത് ഈ ജലദോഷവും ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരുന്നവർ ഉണ്ടെങ്കിൽ നമ്മുടെ ഉച്ചിയിൽ പിന്നെ അങ്ങോട്ട് പുരട്ടാൻ തിന്നാൽ മതി. ബാക്കി ഇവിടെ എല്ലാ സൈഡിലൊക്കെ നമുക്ക് പുരട്ടി കൊടുത്താൽ മതി. അപ്പോഴേ ഫ്ലിപ്കാർട്ടിനകത്ത് ഇപ്പോൾ ഏതോ ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ 3 റോസ് ചേച്ചി വാങ്ങിച്ച റോസ് മേരിയെ വാങ്ങിച്ചിട്ട് 360 രൂപയെങ്ങാണ്ട് കേട്ടോ. 3 എണ്ണം കിട്ടി നമുക്ക്. ഞാൻ അത് അടിച്ചു കൊടുത്തപ്പോഴാണതേ ഇവിടെ വരെ മുടി കയറിയതായിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ, അങ്ങ് മുടി അങ്ങ് ഇവിടെ എല്ലാം അങ്ങ് പൊട്ടി അങ്ങ് പോകുമായിരുന്നു. ഇപ്പം ആ മുടിയെല്ലാം മാവാട്ടിക്കുട്ടിയമ്മയുടെ കൂട്ട് ഇങ്ങനെ കിളിർത്ത് വന്ന് 2 സൈഡിലും അടിക്കും കേട്ടോ. ഞാൻ അടിച്ചു കൊടുക്കും അന്നേരം. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ മുടിയുണ്ട് നമുക്ക് ചെറുത്. കുഞ്ഞ മുടികളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനെ കിളിർത്ത് വന്നു. ഇവിടെ അങ്ങ് ഒത്തിരി അങ്ങ് പോയതായിരുന്നു. അതൊക്കെ ഇങ്ങനെ വരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മറച്ചു വെച്ചാൽ ഭാഗ്യകഷണ്ടിയാണെന്ന് എല്ലാവരും പറയും. ചുമ്മാ അതൊക്കെ മുടി കൊഴിച്ചിലിൻ്റെ അല്ലേ, ചുമ്മാതെ പറയുന്നത്. ഭാഗ്യകഷണ്ടി മുട്ടയായി മിക്കവാറും നമ്മളൊക്കെ അല്ലേ. അപ്പോഴിങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണികളൊക്കെ ചെയ്ത് നമുക്ക് മുടിയൊക്കെ കിളർപ്പിക്കാം. ഒത്തിരി ഒന്നും ആയില്ലേ, ഇച്ചിരിയൊക്കെ ആയാൽ മതിയല്ലേ. ഒരാശ്വാസത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടച്ചിന്ന് ആരും പറയരുത്. നമ്മളിത് നാണക്കേടല്ലേ വിളിക്കുന്നത്. അപ്പോഴതൊക്കെ ഒഴിവാക്കാനാണ് അവളിങ്ങനെ കിടക്കാച്ചി കുഞ്ഞു വിദ്യകളെ. ഒരു ചരുവം കഞ്ഞിവെള്ളത്തിന് ആവശ്യമുള്ളവർ, കഞ്ഞിവെള്ളം ഇല്ലാത്ത വീട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം വന്ന സുപ്പ് തരാൻ കേട്ടോ. ഒരു ചരുവം കഞ്ഞിവെള്ളം ഇങ്ങനെ അടിച്ച് മാറ്റി വെച്ചേക്കുക. സരസ്വൻ്റെ കയ്യിൽ സരസ്വ അങ്ങോട്ട് പിടിക്കും. കഞ്ഞിവെള്ളം കറിവേപ്പിന് വേണമെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് അടിക്കും. ഞാൻ പറയും എൻ്റെ മുടിക്ക് എൻ്റെ മുഖത്ത് ഇടാനാണെന്ന് ഞാൻ സരസ്വനോട് പറയും. അങ്ങനെ ഒരു ചരുവം കഞ്ഞിവെള്ളം ഇപ്പം വന്ന് ആർക്ക് വേണമെങ്കിലും ഞാൻ തരാം കേട്ടോ. ഇവിടെ ഇരിക്കുന്നുണ്ട്. കഥയും പറഞ്ഞ് ഇന്ന് ആദ്യം എന്തെല്ലാം പണി കിടക്കുന്നു. കർട്ടനുകളെല്ലാം പിന്നെ കൊണ്ടുപോയി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കഴിയണം. നടുവേദന കൊണ്ട് വയ്യ എൻ്റെ മക്കളുമാരെ. ഫുൾ ഇന്നലെ ഉള്ള കർട്ടനും തറതുടപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എൻ്റെ
നട്ടും മുട്ടും എല്ലാം ഇളകി കിടക്കുകയാണ്. ഇന്നും കൊണ്ട് ഞാൻ എല്ലാം ഈ കഴുകൊക്കെ സ്റ്റോപ്പാക്കും കേട്ടോ. പിന്നെ അമ്മിണിക്ക് കുറച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടൊക്കെ നിൽക്കട്ടെ കേട്ടോ. ഞാൻ കുതിർത്ത് വെച്ചേക്കും, കട്ടനൊക്കെ ഒന്ന് കഴിയട്ടെ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പൊക്കെ ഉണ്ടാവാൻ എല്ലാവരും ഈ ട്രിക്കൊക്കെ ചെയ്ത് നോക്കണം. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, ചെയ്യുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ നിങ്ങൾ എന്നും ചെയ്തോളൂ. സുപ്പും ചെയ്യാം കേട്ടോ നിങ്ങളുടെ കൂടെ. എന്നൊന്നും വേണ്ട, ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ നമുക്കിങ്ങനെ ചെയ്യാം. എന്നിട്ട് അല്ലാത്ത ദിവസം വേറെ ബാക്കികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.